അസ്സലാമലൈക്കും, എല്ലാവർക്കും പാത്തൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീൻ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് ഉള്ളത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് പാകത്തിന്, മീൻ മസാല, ഇതെല്ലാം തേച്ച് ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റായി ഇത് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട്. ഇത് ചൂതമീനാണ് കേട്ടോ. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും വേണമെങ്കിലും നമുക്ക് ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ചൂതമീൻ്റെ ബിരിയാണിയാണ്, ചൂതയാണിത്. ഇത് ഞാൻ ഒരു ഗ്യാസുമ്മേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് മീനൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതായത് നല്ലോണം ഒന്ന് പിന്നെ സാധാരണ നമ്മൾ വറുത്തെടുക്കുന്നത് പോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒരു 2 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പാൻ വെച്ച് എണ്ണയൊക്കെ പാർന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഫിഷ് ഞാൻ ഇതിലേക്ക് ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ മറിച്ചിട്ട് വേവിച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മറ്റ് മസാലകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം ഞാനിത് ഓരോ കഷ്ണങ്ങളും മറിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും ഞങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കുക. ആവശ്യമായ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. അപ്പോൾ അതിൽ നമുക്ക് മസാല വഴറ്റാം. മസാലയ്ക്ക് അതിനാവശ്യമുള്ള മസാലകൾ സവാള ചെറിയ 2 സവാളയാണ്, ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 ചെറിയ തക്കാളി, പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റാണ്. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവറിലാണ് ഇത് വഴറ്റുന്നത്. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചെറിയ ജാറിലിട്ട് ചതച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വെച്ച കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ആവശ്യമായ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീനിൽ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഈ മസാലക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മീനിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലും അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഈസ്റ്റേൺ ബിരിയാണി മസാല ഇതാണ് ഞങ്ങളിവിടെ വാങ്ങാറുള്ളത്. അത് ശകലം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിനി ഇപ്പുറത്ത് ഒരു ചെറിയൊരു ചെമ്പട്ടി എടുത്തിട്ട് വെള്ളം വെച്ചിരുന്നു. അതിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകി വെച്ച അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഒരു ഓല തന്നെയാണ്. ഇത് പിന്നെ നമ്മൾ വെള്ളം തിളച്ച് അരി ഇടുമല്ലോ, അതിൻ്റെ ശേഷം നമ്മളിത് അതിലേക്ക് ഇട്ടാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. ഫുഡിനൊക്കെ ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് ഇടും. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പാകത്തിനിട്ട് നമ്മൾ നോക്കണം. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം.
ഒന്ന് സവാള നല്ലോണം ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം അത് ദമ്മിടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. സവാള ബ്രൗൺ കളറായതിന് ശേഷം നമ്മളിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഫൈനലിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ മസാലയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ അരി വെന്ത് കഴിഞ്ഞു. നമുക്ക് ഒരു പകുതി വേവായിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ദമ്മിൽ കിടന്നിട്ട് ബാക്കിയുള്ളത് വെന്തോളും. ഒരു അരമണിക്കൂർ നമ്മൾ ദമ്മിലിട്ട് വെക്കും. അപ്പോൾ ഈ നമ്മളെ മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മസാലയുടെ മുകളിൽ നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം ബിരിയാണി മസാല ഇതെങ്ങനെ വിതറി കൊടുക്കുക. ഇത് വെച്ച ഈ സവാള നെയ്യ് ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മളെ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ കൊട്ട റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മസാല ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല നെയ്യ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുക്കുക. റെഡി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.